ആവശ്യമില്ലാത്ത പണിയൊക്കെ കാണിച്ചു വെച്ചിട്ട് പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇതുപോലെ മാപ്പൊക്കെ പറഞ്ഞിട്ട് യാതൊരു ആവശ്യമില്ല അല്ലേ. അതും 10 ഏത്തമൊക്കെ ഇട്ടാണ് നമ്മുടെ രേണുസുതി മാപ്പൊക്കെ പറയുന്നത്. ഇത് കസിനായിട്ടുള്ള പയ്യൻ പറഞ്ഞതുകൊണ്ട് എടുത്തു വെച്ചതാണ്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ട് എൻ്റെ സമയം പോയി, ഫ്ലൈറ്റ് മിസ്സാകൊണ്ടുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മളെ ജനങ്ങളെ ഇത് ഇങ്ങനെ പറ്റിപ്പോയ അബദ്ധമാണ് എന്ന് പറഞ്ഞ് എന്താ പറയുക, ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അത് രേണുസുതിക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് രേണുസുതി പാവം സോറി പറയുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഇങ്ങനെ കാണിക്കുന്നതിന് മുന്നേ എല്ലാ കാര്യവും അറിയാവുന്ന രേണുസുതി അങ്ങനെയാണല്ലോ പറയുന്നത്, എല്ലാ കാര്യവും അറിയാതെ. അപ്പം എല്ലാ കാര്യവും അറിയാവുന്ന രേണുസുതി ഈ കാണിച്ചത് വളരെ മോശമായൊരു പ്രവൃത്തി തന്നെയാണ്. അപ്പം ഇനി അത് കാണിക്കാതിരിക്കുക എന്നത് തന്നെയാണ് രേണു ചെയ്യാനുള്ള കാര്യം. മാത്രമല്ല, നല്ല രീതിയിൽ ഗെയിമിലേക്ക് ഇറങ്ങുക. ഇപ്പോൾ നിൽക്കുന്ന പോലൊന്നും നിന്നിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ ഗെയിമിലേക്ക് ഇറങ്ങുക. പറ്റിയ അബദ്ധമൊക്കെ പറ്റി, അതെല്ലാം മറന്നു പോകും. എപ്പോഴാണെന്നറിയാവൂ, രേണു നല്ലൊരു ഗെയിമറായി മാറുമ്പോൾ. ഇതുവരെ രേണുവിനുണ്ടായിരുന്ന നെഗറ്റീവ് എല്ലാം മാറും. അത് രേണുവിൻ്റെ ഗെയിമിലിരിക്കുകയാണ് ആ നെഗറ്റീവൊക്കെ മാറുന്നതും ഒക്കെ അല്ലേ. അല്ലാതെ ഇനി വന്ന് മാപ്പ് പറഞ്ഞൊന്നും യാതൊരു കാര്യമില്ല. ഗെയിമാണ് ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. 10 ഏത്തമൊക്കെ ഇടുന്നു, ഇത് ഞാൻ ചെയ്തതല്ല, എൻ്റെ കസിൻ ചെയ്തതാണ്. കസിനോട് പറയുന്നു ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒന്നും ഇടണ്ട, ഞാൻ അവിടെ പെട്ടിരിക്കുകയാണെന്ന്. ഒക്കെ ശരിയാണ്, ഇത് ചെയ്തു, സോറി ചോദിച്ചു, അവിടെ കൊണ്ട് നിർത്താം. പക്ഷേ വീണ്ടും ഈ ഏത്തമൊക്കെ ഇട്ട് അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ രേണുസുതി സ്റ്റേക്ക് നിരക്കൊക്കെ ഇത് രേണുസുതി അറിഞ്ഞുകൊണ്ട് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതല്ല, അഭിനയിച്ചതല്ല, റിയലായിട്ട് എന്ന് പറയാം. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട്. അപ്പം രേണു ഗെയിമിലേക്ക് ഇറങ്ങി നന്നായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരുപാട് നമ്മൾ ഓവറായാൽ അത് പുറത്ത് വീണ്ടും നെഗറ്റീവ് ആകത്തതേ ഉള്ളൂ. ആ രീതിയിലേക്ക് ഗെയിം പോകാതെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിമിലേക്ക് വരാൻ രേണുവിന് കഴിയണം. അത് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം നല്ല രീതിയിൽ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ കറക്റ്റായിട്ട് പോയിൻ്റായിട്ട് മറുപടി പറയാൻ കഴിയും. കാര്യം ഇന്ന് തന്നെ നമ്മുടെ ഗിസേലിന് ഒരു ചെല്ലപ്പേരിടാൻ പറയുമ്പോൾ പല ആളുകളും പല രീതിയിൽ പേരൊക്കെ ഇട്ടെങ്കിലും അടിപൊളിയായിട്ട് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞൊരു പേരിട്ടു നമ്മുടെ ഗിസേലിന്. അത് ഒരു വെറൈറ്റി ആയിരുന്നു. അതെങ്കിൽ മോശമായ പേരുമല്ല. അപ്പം നല്ല രീതിയിൽ ഗെയിം കളിക്കാനും നല്ല രീതിയിൽ മറുപടി പറയാനും ഒക്കെ കഴിവുള്ള ഒരാൾ തന്നെയാണ് രേണു. അതുകൊണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗെയിം കളിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നെഗറ്റീവൊക്കെ മാറി, ഒരുപാട് നെഗറ്റീവ് മാറി പോസിറ്റീവിലേക്ക് വരും. ഇപ്പം എല്ലാവരും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് പേർക്കും പല മാറ്റങ്ങളും ഉണ്ടാകും. അത് രേണു വിചാരിച്ചാൽ പറ്റും. രേണുവിന് നല്ല രീതിയിൽ ഗെയിം കളിക്കാനും നല്ല രീതിയിൽ മറുപടി പറയാനും കഴിയും. അത് ഇന്ന് തെളിയിച്ചതാണ്.